അല്ല, ലോലന്മാരാണ്, പക്ഷെ ബിരിയാണിയൊക്കെ കാണുമ്പോൾ കഴിക്കാതിരിക്കാനൊക്കെ വലിയൊരു മെന്റൽ സ്ട്രെങ്ത് വേണ്ട. അപ്പൊ സൈക്കോകൾ അധികവും ഇതുപോലെ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരായിരിക്കും. എനിക്ക് പക്ഷെ ബിരിയാണി കണ്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ സൈക്കോകളുടെ സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഒരു സൈക്കോ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിൽ മെന്റൽ സ്ട്രെങ്ത് ഉള്ള സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ല, മെന്റൽ സ്ട്രെങ്ത് ഉള്ളവരാണോ സൈക്കോളായിട്ട് പറഞ്ഞത്? അതെ, ലോലന്മാർ അധികം നമ്മൾ സൈക്കോകളായിട്ട് കാണാറില്ലല്ലോ. അധികം എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ എനിക്ക് ടോവിച്ചേട്ടനെ എന്ന ഒരു സൈക്കോ ക്യാരക്ടറിൽ കാണാൻ പറ്റും, ഒരു പെർഫെക്റ്റ് സൈക്കോ. വഴിയുണ്ടാക്കാം. ഞാൻ എന്റെ ശരിക്കുള്ള സൈക്കോത്തരം പുറത്ത് കാണിക്കാതെ അഭിനയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോട്ടെ. വരും അതിപ്പോ ക്യാരക്ടേഴ്സ് വരണ്ടേ. അതായത് ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ അതിൽ സൈക്കോ ആയിട്ട് അഭിനയിക്കട്ടെ, എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ സൈക്കോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളൊരു ഒരു ടിപ്പിക്കൽ സൈക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിക്കണില്ലേ. അത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാല്. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്കോനെ നമുക്ക് സൈക്കോണെന്ന് മനസ്സിലാവില്ല. അല്ലെങ്കിൽ നമുക്ക് നേരെ സൈക്കോ പിടിച്ചോ, ഈ സൈക്കോ എല്ലാത്തിനും പിടിച്ചാൽ പോലെ. അപ്പൊ ചിദംബരം നെക്സ്റ്റ് മൂവി എടുക്കുന്ന ടൈമില് എനിക്കൊരു സൈക്കോ ക്യാരക്ടർ കൊടുക്കാനല്ല, നമുക്കൊരു ടിപ്പിക്കലി ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർക്ക് സൈക്കോ എന്ന് പറയുമ്പോൾ ഇതുപോലെ ആണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. പണ്ട് നമ്മൾ വില്ലന്മാരെന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഈവൻ ഈ ഫാക്ട്രസ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഗ്രേ ഷെയ്ഡ് ഒന്നും കാണിക്കാതെ പെർഫെക്റ്റ് ഒരു കുലസ്ത്രീ കാറ്റഗറിയിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്കൊരു ഡിഫറെന്റ് ഷെയ്ഡ് ഓഫ് ഈ പറയുന്ന ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായും. എന്താ പറയാ, ഉറപ്പായിട്ടും അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ ചെയ്യണം. പിന്നെ സൈക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം എന്താണ് സൈക്കോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സബ്ജക്റ്റീവ് ആയിരിക്കാം. സോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് എന്താ പറയാ, ഇപ്പം ജീന്റെ ക്യാരക്ടർ ഒരാളെ ഇത്രയും കാലം തടവിൽ വെക്കേണ്ടത് ഒരു നോർമലായിട്ട് ഒരാൾ ചെയ്യുന്നതല്ലല്ലോ. അപ്പം അങ്ങനെ എന്താ പറയാ, എല്ലാവരുടെയും ഉള്ളിൽ ഒരു പല ടൈപ്പുള്ള ഒരു ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട്. അത് നമുക്ക് ബ്രോഡായിട്ട് സൈക്കോ എന്ന് വിളിക്കാം. അത് നമുക്ക് ഈ ക്യാരക്ടറിന്റെ നമ്മൾ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ക്യാരക്ടർ ഒരു നല്ലപോലെ നമ്മൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റിലുണ്ടായിരുന്നത് ഡെയിലി ഒരു ബിരിയാണിയും കഴിക്കുന്ന നല്ലപോലെ കള്ളും കുടിക്കുന്ന ഒരാൾ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വയറിന്റെ കാര്യമൊക്കെ ചിന്തിച്ചത്. അത് പ്രോസ്റ്ററ്റിക് ആണ് ആ വയറ്. പക്ഷെ ഞാനങ്ങനെ ഫുൾ ഫിറ്റ്നസ്സിലൊക്കെ ഇരുന്ന് ചിസിൽഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ പറ്റുന്ന മാമനെ കെട്ടി വെച്ചുകൊണ്ട് ഇരിക്കും. അത് ഒട്ടും സെറ്റാവില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഒരാഴ്ച ബ്രേക്ക് എടുത്ത് ദുബായിക്ക് പോയിട്ട് എന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല ചെയ്ത് കൗണ്ടറിൽ കൊടുത്തിട്ടാണ് തിരിച്ചു വന്നത്. ബാലനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ട് പോയത്. അത് കഴിഞ്ഞ് ബാലനിൽ അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ശരീരം കുറച്ചൊന്നും വർക്കൗട്ടും ചെയ്യുന്നില്ല, ഒന്ന് ലൂസ് ആവണമായിരുന്നു ശരീരം. പിന്നെ അപ്പൊ അങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജിലൊക്കെ അതിൻ്റെ നമുക്ക് അത് ഗുണം ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇയാള് അത്ര കോർ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ആളായിരിക്കും, ചിലപ്പോൾ അത്ര ഫിറ്റ്നസ് ഇല്ലാത്ത ആളായിരിക്കും. അയാളുടെ നടത്തത്തിലൊക്കെ അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കും, അയാളെ ഇരിപ്പിലും കിടപ്പിലും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പോൾ ഭയങ്കര ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടല്ലെങ്കിൽ പോലും നമ്മളവിടെ നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളിലേക്ക് പേഴ്സണൽ ക്യാരക്ടർ അയാൾ എങ്ങനെയായിരിക്കും, അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഡിസ്കഷനിൽ വന്നിരുന്നു. അത് ചിദംബരമായിട്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അയാൾക്ക് കുറച്ചും കൂടെ ഒരു പ്രായം ഒന്ന് കുറച്ചും കൂടെ കൂടുന്ന ഇവരിൽ നിന്ന് വളർന്ന് അവിടേക്ക് എത്തുന്നവരെയുള്ള ആ മാറ്റത്തിനിടയ്ക്ക് ഞങ്ങൾ വയനാട് ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് മംഗലാപുരത്ത് ഷൂട്ട് കഴിഞ്ഞ് ഞാനൊരു അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനൊരു 2 ദിവസം ഒന്നൊരു 48 hours ഫാസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ആ കവളൊക്കെ ഒന്ന് പ്രായമാവുന്നതിന്റെ ഭാഗമായിട്ട് കവളൊക്കെ ഒന്ന് ചെറുതാവും. അപ്പൊ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്ത് അതും എനിക്ക് തോന്നുന്നു നമുക്കങ്ങനെ വിസിബിൾ ആയിട്ട് ഭയങ്കര ഡിഫറൻസ് എണ്ണി പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിലും അത് സട്ടിലായിട്ട് അതിന്റെ ഒരു സബ് ലെയർ ആയിട്ട് കിടന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ വേറെ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക, ചിന്തിക്കുക. ഞാൻ കുറെ ചിന്തിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. എപ്പോഴാണ് എന്റെ ഷൂട്ട്, എപ്പോഴാണ് ഞാൻ വരണ്ടെങ്കിൽ ചോദിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്.